ഒരു വെന്റോടെ മേജ് സർവീസ് ഉണ്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബെൽറ്റുകളൊക്കെ മാറി, ഡ്രൈ ബെൽറ്റ്, ടൈം ബെൽറ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ് കഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ടൈം ബെൽറ്റ് കിറ്റ് ഏതാണ്ടോ, വാട്ടർ പമ്പ്, ടൈം ബെൽറ്റ് കിറ്റ് ഒക്കെ മാറിയതാണ്ട, ഒക്കെ പുതിയ ഇട്ടിട്ടുണ്ട്. അതിന്റെ ബോൾട്ടുകളടക്കം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടാ. ബോൾട്ടുകളടക്കം എല്ലാ സാധനവും മാറിയിട്ടുണ്ട്, ഒക്കെ പുതിയ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ കാർബൺ ക്ലീനിങ്ങിനൊക്കെ അയച്ചതൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർബൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രോട്ടിൽ ബോഡി, ഇൻലെറ്റ് മാനിഫോൾഡ്, അതുപോലെ തന്നെ നമ്മുടെ EGR അങ്ങനെയുള്ള ലൈൻസ് കഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലോറാമിന്റെ ബുഷൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ബേബിയുടെ ബുഷ് അടിച്ചിട്ടുണ്ട്, ലോറാമിന്റെ ബുഷ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ മേജർ സർവീസ്. അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ വാട്ടർ റൂം, ബോഷിന്റെ ഇലക്ട്രിക്കൽ വാട്ടർ റൂം മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറാനുള്ള കേട്ടോ. വാട്ടർ റൂം നമ്മളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മൾ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഫ്രണ്ട് റേഡിയേറ്ററിന്റെ പാനലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യണം. അത്യാവശ്യം നല്ലൊരു ഈ കാർബൺ ഉണ്ടായിരുന്നു കേട്ടോ. കാർബൺ ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ത്രോട്ടിൽ ബോഡി അങ്ങനത്തെ അത്യാവശ്യം നല്ല കാർബൺ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലീൻ ചെയ്തതിനു ശേഷം ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കയറ്റിയേക്കുന്നതുണ്ടോ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഫുള്ള് കാർബൺ കയറി നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പൺ ആവാത്ത രീതിയിൽ ടൈറ്റ് എടുക്കണമായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടാ. പിന്നെ ഇതാണ് ഇൻലെറ്റ് മാനിഫോൾഡ് കണ്ടോ. മാനിഫോൾഡൊക്കെ അഴിച്ച് ക്ലീൻ ആക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും വർക്കുകൾ കഴിഞ്ഞ് ഇനി എല്ലാം റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും, നല്ല യാത്രാസുഖം ആയിരിക്കും കേട്ടോ. അത്യാവശ്യം ലോ പുള്ളിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല പക്കയാവും വണ്ടിട്ടാ. ഇലക്ട്രിക്കൽ വാട്ടർ പമ്പൊക്കെ ഓൾറെഡി ഷോർട്ട് എടുത്ത് വരുമ്പോൾ ഷോർട്ടായിട്ട് വയറിംഗ് ഒക്കെ പോയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സോക്കറ്റ് ഒക്കെ മാറുന്നുണ്ട്, സോക്കറ്റ് കിട്ടിയിട്ടില്ല, അതൊക്കെ മാറുന്നുണ്ട്. അപ്പൊ എല്ലാവരും വർക്ക് കഴിഞ്ഞൊരു വണ്ടി അടിപൊളിയാവും കേട്ടോ.